നമസ്കാരം, ഞാൻ ഡോക്ടർ ഫെമി ഷാജി, ഹോമിയോപ്പതി ഡോക്ടറാണ്. സാധാരണഗതിയിൽ സർജറി നിർദ്ദേശിക്കാറുള്ള വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അസുഖം, പക്ഷേ ഹോമിയോപ്പതിയിലൂടെ നമുക്ക് മെഡിസിൻ മാത്രം ഉപയോഗിച്ച് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റിയ ഒരു അസുഖം. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ അസുഖത്തിൻ്റെ പേര് കോൺസ് അഥവാ ആണിരോഗം എന്നാണ്. എങ്ങനെയാണ് ഈ ആണിരോഗം ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. കൂടുതലായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കാലിൻ്റെ അടിഭാഗത്താണ് ഈ ആണിരോഗം ഉണ്ടാകുന്നത്. പ്രഷർ പോയിന്റ്സിലാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ഇതുണ്ടാകാനുള്ള റീസൺസ് എന്ന് പറയുന്നത് പാകമല്ലാത്ത പാദരക്ഷകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലൂടെ കൂടുതലായിട്ട് നിൽക്കുകയോ നടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു അസുഖം വരാനുള്ള സാധ്യത ഏറെയാണ്. ഇനി ഹോമിയോപ്പതി മെഡിസിൻസ് ഉപയോഗിച്ച് എനിക്ക് ലഭിച്ച ഒരു ആണിരോഗത്തിൻ്റെ റിസൾട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പേഷ്യൻ്റ് ഒരു ജീരിയാട്രിക് ഏജ് ഗ്രൂപ്പിലുള്ള, അതായത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീയായിരുന്നു. അവർക്ക് ഒരുപാട് അസുഖങ്ങൾ ഉള്ള ആളാണ്. അതിന് വിവിധ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്ന ആളാണ്. ഈ ആണിരോഗത്തിന് അവർ ഹോമിയോപ്പതിയിലേക്ക് വരാനുണ്ടായ ഒരു റീസൺ എന്ന് പറയുന്നത്, അവർ മറ്റു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ സർജറി നിർദ്ദേശിച്ചത് കൊണ്ട് ആ സർജറി ചെയ്യാനുള്ള ഭയം കൊണ്ടാണ് അവർ നമ്മുടെ അടുത്ത് വന്നത്. അപ്പം ഞാൻ ആദ്യത്തെ ദിവസം വന്നപ്പോൾ സത്യം പറഞ്ഞ ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. സോ സെക്കൻഡ് വിസിറ്റിൽ വന്ന അന്ന് ഞാൻ എടുത്ത ഫോട്ടോയാണ് നിങ്ങളുമായിട്ട് ആദ്യമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഓക്കെ, സോ സെക്കൻഡ് വിസിറ്റിൽ വന്നപ്പോൾ അവരുടെ ആ ആണി പതുക്കെ കരിഞ്ഞു തുടങ്ങിയത് കൊണ്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് പതുക്കെ വന്നു തുടങ്ങിയിട്ടുള്ള ഒരു രൂപത്തിലാണ് നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് ഏകദേശം കുറച്ച് ദിവസങ്ങൾ, ഒരു ഫ്യൂ വീക്സ് കഴിഞ്ഞപ്പോൾ ആ ആണി നന്നായിട്ട് കരിഞ്ഞ് അത് തനിയെ പറഞ്ഞു പോയി. അതിൻ്റെയും കൂടെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഹോമിയോപ്പതിയിലൂടെ സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ആണിരോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളിൽ ആർക്കെങ്കിലുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഇതുപോലെ ആണിരോഗമായിട്ട് കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും ഹോമിയോപ്പതി മെഡിസിൻസ് എടുക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്നെ കൺസൾട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്ലിനിക്കിലെ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്.